അതുപോലെ തന്നെ ഏതൊരു സിംഗറിനും ഒരു റോൾ മോഡൽസ് ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നമുക്കിങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഇന്ന ആളെ പോലെ എനിക്കൊന്ന് പെർഫോം ചെയ്യണം എന്നുള്ളൊരു എന്തായാലും ഉണ്ടാവും അല്ലേ, ആർക്കായാലും ഉണ്ടാവും. ഇപ്പം സോണിക്കൊരു റോൾ മോഡൽ എന്ന് പറയാനായിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറയാനായിട്ട് മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരാൾ ഒന്ന് പറയാം. സിംഗർ ആണെങ്കിൽ ഉറപ്പായിട്ടും സിംഗർ എനിക്ക് ചിത്രാമ്മ തന്നെയാണ്. കാരണം ഞാൻ കൂടുതൽ എനിക്ക് തോന്നുന്നു അത് തന്നെയാണല്ലേ പറയാനുണ്ടാവുക. എന്തായാലും ഏതൊരു മലയാളിക്കും ഏറ്റവും ആദ്യം വരുന്നൊരു പേര്. ഇപ്പം പണ്ട് സുശീലാമ്മയുടെ പാട്ടിലാണ് ഞാൻ കൂടുതൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് എൻ്റെ വോയിസ് സുശീലാമ്മയുടെ വോയിസ് പോലെ ഉണ്ടെന്നുള്ളൊരു സമയം എൻ്റെ ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ സുശീലാമ്മയുടെ പാട്ടുകൾ പാടുമായിരുന്നു. ഇപ്പം കുറച്ചൊന്ന് മുതിർന്നപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ചിത്രാമ്മയുടെ പാട്ടുകൾ കുറച്ചുകൂടെ എനിക്ക് പാടാൻ ഇഷ്ടമാണ്. കുറച്ചുകൂടെ സൗണ്ട് നമുക്കും കേൾക്കുമ്പോൾ ഒരു എന്താ പറയാ ലൈറ്റ് വോയിസ് അങ്ങനെ. എനിക്കറിയില്ല, ഇനിയിപ്പോൾ എപ്പിസോങ്ങൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്കങ്ങനെ അറിയില്ല. ഞാനിപ്പോൾ കേട്ടപ്പോൾ എനിക്കത് ലൈറ്റ് സോങ്, അപ്പം അതുകൊണ്ട് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ആണ് അത് കറക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പം കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ പണ്ട് തൊട്ടേ കൂടുതൽ ഈ മെലഡീസൊക്കെ പാടുന്നതുകൊണ്ടും ചിത്രമ്മയുടെ അങ്ങനത്തെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ കവേഴ്സ് ആയാലും പണ്ട് തൊട്ടേ ചെയ്യുന്നതും കൂടുതൽ കേൾക്കുന്നതും. അപ്പം എന്തുകൊണ്ടും എനിക്കൊരു റോൾ മോഡൽ എന്ന് പണ്ട് തൊട്ടേ ചോദിക്കുമ്പോഴുള്ളൊരു പേര് ചിത്രാമ്മയുടെ തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് പല പാട്ടുകാരുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന പല സിംഗേഴ്സും ഓരോരുത്തരുടെ അടുത്തുനിന്നും നമുക്ക് പുതിയ പുതിയ പഠിക്കാനുണ്ട്. ഇൻസ്പയർഡ് ആവാനുണ്ട്, മോട്ടിവേറ്റഡ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ പാടിക്കൊണ്ടിരിക്കുന്ന സിംഗേഴ്സിൻ്റെ ആയാലും നമ്മുടെ സീനിയേഴ്സിൻ്റെ ആയാലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വേറെ പല സിംഗേഴ്സിൻ്റെ ആയാലും ഓരോരുത്തരുടെ അടുത്തുനിന്നും ഓരോ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇപ്പം ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വേറൊരു സിംഗർ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലേക്ക് വരിക, അതുപോലെ നമുക്കൊന്ന് പെർഫോം ചെയ്യണം അങ്ങനെ. ഓക്കെ ഓക്കെ. സ്വന്തം ബാൻഡ് ഉണ്ടോ? അതെ, നമുക്ക് പ്രോജക്റ്റ് GS എന്ന് പറഞ്ഞ സ്വന്തം ബാൻഡ് ഉണ്ട്. ഓക്കെ. GS ഗൗതം ആൻഡ് സോണി, അതാണ് പ്രോജക്റ്റ് GS. ഹസ്ബൻഡ് കീബോർഡിസ്റ്റാണ്, മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പം നമ്മുടെ ബാൻഡിൽ കീബോർഡിസ്റ്റാണ്. അതായത് നമ്മൾ പുറത്ത് ഷോസിനൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ ദുബായ്, ന്യൂസിലൻഡ്, ബഹ്റിൻ, ഖത്തർ, അവിടെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടുത്തെ മെയിനായിട്ടും ഇപ്പോൾ നാട്ടിലെ വ്യൂവേഴ്സും നമ്മുടെ പുറത്തെ വ്യൂവേഴ്സും അവർ ഓഫ് കോഴ്സ് മലയാളീസ് ആണ്, എങ്കിലും അവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നാട്ടിലാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇപ്പോൾ കോളേജസിലൊക്കെ നമ്മൾ ഷോസൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ഒരു തട്ടുമുട്ട് പാട്ടുകൾ, പുതിയ പാട്ടുകളായിരിക്കും അവർ കൂടുതൽ നമ്മളടുത്ത് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പുറത്ത് പോയിട്ട് ഷോ ചെയ്ത സമയത്ത് ഇപ്പം നമ്മളൊരു അൺപ്ലഗ്ഡ് മെലഡി സെഷൻ വെച്ചാലും അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇരിക്കും. പിന്നെ പഴയ പാട്ടുകളാണ് റിക്വസ്റ്റിലൊക്കെ കൂടുതൽ വരുന്നത് ഷോസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ മലയാളികളാണ് നമ്മളെല്ലാ പഴയതായാലും പുതിയതായാലും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുത്താൽ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരനെയാണ് മലയാളികൾ. അപ്പം ഒരു വ്യത്യാസം തോന്നിയത് നാട്ടിലാകുമ്പോൾ പുതിയ പാട്ടുകളാണ് കൂടുതൽ റിക്വസ്റ്റ് വരാറ്, പുറത്താകുമ്പോൾ പഴയ പാട്ടുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ. നമ്മൾ ഈ പുറത്തൊക്കെ പാടാൻ പോകുമ്പോൾ ഓഫ് കോഴ്സ് വേറെ വലിയ വലിയ ആൾക്കാരുടെ കൂടെ അങ്ങനെയൊക്കെ പാടാൻ പോകുമ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട്. നമ്മൾ മുൻപ് അഞ്ജു ആയിട്ട് നമ്മൾ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആ ഇൻ്റർവ്യൂ ടൈമിലൊക്കെ പറയുന്നുണ്ട്, ചില സമയത്തൊക്കെ മുന്നേ നമുക്ക് ആ പാടുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും വിഷമതകളോ കാര്യങ്ങളൊക്കെയോ സോണിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും തുടക്കം സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും? ഇല്ല, ഞാനിപ്പം എൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്ത എൻ്റെ കോ ആർട്ടിസ്റ്റുകളായാലും ഇപ്പം ഇതുപോലെ വലിയ സിംഗേഴ്സ് ആയാലും മ്യൂസീഷ്യൻസ് ആയാലും ഒക്കെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ്. അതെ. അല്ല, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് നേരിട്ടും അറിയാം. പക്ഷേ ഈ സൗന്ദര്യം എന്താ പറയാ, അതൊരു ബാധകമായിട്ടൊക്കെ അതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അതിനിറങ്ങുമ്പോൾ എന്താ പറയാ, അങ്ങനെ ആൾക്കാരുടെ ഇതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അവര് എന്താ പറയാ എനിക്കതൊരു പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു ഫാക്ടർ ആണെന്ന് തോന്നുന്നു. ഇപ്പം എത്ര അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഒരു കാരണമായിട്ട് ഇന്നും പലരും അത് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ അവർ നേരിട്ട് നമ്മളോട് കാണിക്കുന്നില്ലെങ്കിലും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നേരിട്ട് അവർ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും. പക്ഷെ പിന്നീട് അല്ലെങ്കിൽ അവരുടെ ആ പ്രോഗ്രാമിന് ശേഷം പിന്നീട് ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അന്ന് എന്നോട് സംസാരിച്ചിരുന്ന ആൾ ഇങ്ങനെയല്ലല്ലോ എന്നുള്ള രീതിക്ക് അവർ മാറ്റങ്ങൾ വരെ വന്നിട്ടുള്ളതായിട്ട്
ഞാൻ കേട്ടിട്ടുണ്ട് ആ, പലരും. okay. അതായത് ഇപ്പം എത്ര നമ്മൾ ഒരു ഇങ്ങനത്തെ present കാരണങ്ങളൊന്നും ടൈമിലും ഓക്കെ ആയിരിക്കും, പിന്നെ അവരായിട്ടൊരു അതപ്പം നമ്മളും ചിന്തിക്കും ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ എന്താ കാരണം എന്ന് പോലും നമുക്കറിയില്ല. അത് ഓരോരുത്തരും ഓരോ തരത്തിലാണ്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മനസ്സിനെ ഒന്ന് ശരിയാക്കി വെക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ സംഭവം. ഇപ്പം പെട്ടെന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും എങ്ങനെ ഹിന്ദി സോങ്സ്, മലയാളം സോങ്സ് അങ്ങനെ നോക്കാറുണ്ടോ? കൂടുതലും പാടുന്നത് മീൻസ് മെലഡീസ് ആയാലും ഇപ്പം ഹിന്ദി, മലയാളം അങ്ങനെ? ഞാൻ മലയാളം തമിഴാണ് കൂടുതൽ പാടാറ്. ഹിന്ദിയും പാടാറുണ്ട്, പക്ഷെ എനിക്ക് തമിഴ് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ തമിഴിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു അപ്കമിങ് മൂവിയിൽ ഷീറോ എന്ന് പറഞ്ഞ ഒരു മൂവി. സോണിക്ക് തമിഴും അറിയാം അല്ലേ? എനിക്ക് അത്യാവശ്യം, കാരണം എൻ്റെ അമ്മയുടെ വീട് നീലഗിരിയാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ വീട്ടിലായാലും തമാശയ്ക്ക് ഇങ്ങനെ തമിഴിൽ സംസാരിക്കും. പിന്നെ കുറേ തമിഴ് സിനിമകൾ കാണും, പാട്ടുകൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ എഴുതാറുണ്ട്. എഴുതാൻ അറിയാം, തമിഴ് എഴുതാൻ അറിയില്ല. ഞാനത് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് എഴുതുക. ഓക്കെ ഓക്കെ. പക്ഷെ തമിഴ് വേർഡ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ അറിയുന്നുണ്ട്, അത് അങ്ങനെ എഴുതുന്നു മാത്രം. അതെ, അപ്പം മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഞാനത് തമിഴിൽ എഴുതും. ഇപ്പം ഏകദേശം ഒരു എത്രത്തോളം മറ്റേ വരികൾ എഴുതിയിട്ടുണ്ട് പാട്ടിന്? ഞാനൊരു 10-25 പാട്ടുകൾ ഓൾറെഡി ഇൻഡിപെൻഡൻറ്റ് സോങ്സിന് എഴുതി. 2 സിനിമയ്ക്ക് എഴുതി. കൂടൽ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് എഴുതി. കൂടൽ. പിന്നെ ആഘോഷം എന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് മ്യൂസിക് ചെയ്ത് ഞാൻ തന്നെ പാടി പാട്ട് ഞാനാണ് എഴുതിയത്. അതേതാ ആ സോങ്? ആഘോഷം എന്ന് പറഞ്ഞ സിനിമയിൽ. ആകാശമരികിൽ ചേർന്ന നിമിഷം, താരങ്ങൾ തുണയായി വന്ന നിമിഷം, നീ ദൂരെ. ബ്യൂട്ടിഫുൾ വരികളും ആലാപനവും. നമ്മളിതിങ്ങനെ സിംഗേഴ്സ് വരുമ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും കൊള്ളാം കൊള്ളാം അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഒരു ഇത് ഫീൽ ചെയ്യുമല്ലോ. എനിക്ക് ചെറുപ്പം തൊട്ട് ഞങ്ങൾ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഡാഡിയൊക്കെ അത്യാവശ്യം എഴുതും, അമ്മ എഴുതും, നന്നായിട്ട് വായിക്കും ചെയ്യും. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും എഴുത്തുകാരിയാണ്. അമ്മ മലയാളം ടീച്ചറാണ്. അമ്മ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മ ഞങ്ങളുടെ എല്ലാവരുടെ, ഞങ്ങൾ 4 പേരാണ് വീട്ടിൽ. 2 ചേച്ചിമാരും ഒരു അനിയത്തിയാണ് എനിക്ക്. അപ്പം ഞങ്ങൾ 4 പേരെയും ലാംഗ്വേജ്, അതായത് നമ്മുടെ മലയാളം തന്നെയാണ് ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പം ഈ വെക്കേഷൻ ടൈമിലൊക്കെ അമ്മ ഓരോ സബ്ജക്റ്റൊക്കെ തരും. ലൈക്ക് അമ്മ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് തന്നിട്ട് പോകും. 4 പേരും ഓരോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറിയൊരു കവിതയോ കഥയോ ഈ സബ്ജക്റ്റിലൊന്ന് എഴുതി നോക്കുക. അങ്ങനെ അത്രയും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു പണ്ട് തൊട്ടേ, ഇപ്പോൾ വായിക്കാനാണെങ്കിലും. അപ്പം അത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ ചേച്ചിമാരാണെങ്കിലും ഒക്കെ എഴുതും. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു എൻ്റെ ഒരു മേഖല ഇങ്ങനെ ആയിപ്പോയപ്പം പാട്ട് പാടുന്നതിന് കൂടെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പാട്ടുകൾ ഒരുപാട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം എഴുതി വെച്ച പാട്ടുകളൊക്കെ പുതിയ പാട്ടുകളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആൽബം ഇറക്കണമെങ്കിലൊന്നും പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല അല്ലേ? ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഞങ്ങളുടെ വിഷ്വലിൽ ഞങ്ങളുടെ പാട്ട് തന്നെയാണ്. അതൊരു ഒരാഴ്ച മുമ്പ് പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ 2 പേരും മ്യൂസീഷ്യൻസ് ആണ്, അപ്പോൾ വേറൊരു പാട്ട് എന്തിനാ നമ്മുടെ ആൽബത്തിലേക്ക് എടുക്കുന്നത്, നമുക്ക് തന്നെ ഒരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി, ഗൗതം കമ്പോസ് ചെയ്ത് ഞാനും അഭയ് എന്ന് പറഞ്ഞ സിംഗറും കൂടിയാണ് പാടിയത്. ഓക്കെ ഓക്കെ. വളരെ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സിംഗേഴ്സിനും ഒരു ഡ്രീം ഉണ്ടാവും അല്ലേ? നമുക്കിപ്പം നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നു, മൂവീസിൽ പാടിക്കൊണ്ടിരിക്കുന്നു, ആൽബം, കവർ സോങ്സ്, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ മൈൻഡിൽ നമുക്ക് ഒരു ഡ്രീം ഉണ്ടാവും, ഇതൊന്ന് കിട്ടിയാൽ കൊള്ളാം. ഡ്രീം നമുക്ക് ഒരിക്കലും തീരില്ല കേട്ടോ, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എങ്കിലും ഇപ്പം സോണിക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എന്താണ്? ഒരുപാട് പാട്ടുകൾ പാടുക എന്നുള്ളത് തന്നെയാണ് വലിയ ഡ്രീം. അതായത് ആളുകൾ ഓർത്തിരിക്കണം, എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള, ഓർത്തിരിക്കണം നല്ല പാട്ടുകളുടെ ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഒരു വലിയ ഡ്രീമും അത് തന്നെയാണ്. പണ്ട് ചോദിച്ചിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഡ്രീം ഒരു സിനിമയിൽ പാടണം എന്നായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് നമ്മളൊരു പിന്നണി ഗായിക. ചെറുപ്പം തൊട്ടേ നമ്മൾ പാടുമ്പോഴൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും ഒക്കെ സിനിമയിലൊക്കെ പാടാൻ പറ്റട്ടെ, പിന്നണി ഗായിക ആവട്ടെ എന്ന് നമ്മുടെ അടുത്ത് പറയുമ്പം അത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ബഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, സിനിമയിൽ പാടാൻ പറ്റി. അപ്പം അതായത്
ഒരാഗ്രഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനേക്കാളും മേളിലാണ് ആഗ്രഹിക്കുക. അതെ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നിൽക്കുന്നേ ഇല്ല, നമ്മൾ വീണ്ടും അതിൻ്റെ മേളിലേക്ക് ആഗ്രഹിക്കും. അപ്പം ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഒരു പാട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ചോദിക്കും, ഷോ ആ പാട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. നമുക്കുള്ള പാട്ടാണെങ്കിൽ അത് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നല്ല നല്ല പാട്ടുകൾ പാടാൻ കഴിയണം എന്നാണ് ആഗ്രഹം. അതെ അതെ അതെ. ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ സോങ്സ് പാടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത് ചെറിയ ആഗ്രഹമൊന്നുമല്ല. റഹ്മാൻ സാറിൻ്റെ ഒരു പാട്ട് പാടാൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. ഒരു വട്ടം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. ഒരു ചെറിയ ഒരു വരിയാണെങ്കിൽ പോലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഞാൻ ജെയ്ക്ക് സാറിൻ്റെ വർക്കിൽ സ്ഥിരമായിട്ട് പാടുന്നുണ്ട്. അതായത് സിനിമകളുടെ സ്കോറിലാണെങ്കിലും പാട്ടുകളുടെ കോറസിലാണെങ്കിലും ട്രാക്കാണെങ്കിലും ആഡ്സ് ആണെങ്കിലും ഒക്കെ ഇപ്പം ജെയ്ക്ക് സാറിൻ്റെ വർക്കിന്റെ ഭാഗം അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ലോകയിലൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്. അപ്പം അത് ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സാറിൻ്റെ ഒരു സോളോ പാട്ട് പെട്ടെന്ന് പാടാൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അയച്ചു കൊടുക്കാം ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ. അതെ അതെ അതെ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി തരണം എന്നുള്ള. പിന്നെ ഹിഷാമിക, കൈലാസ് മേനൻ, ഗോവിന്ദ് വസന്ത ഇവരുടെയൊക്കെ പാടിയിട്ടുണ്ടോ? ഇവരുടെയൊക്കെ നമ്മൾ അവരുടെ സിനിമയുടെ ഓരോ ഇപ്പോൾ കോറസ് ആണെങ്കിലും സ്കോർ ആണെങ്കിലും ഭാഗമാവാറുണ്ട് ഉണ്ട് അല്ലേ? ഇത് അങ്ങനെയാണല്ലോ ഓരോ ഗായികമാരും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. തീർച്ചയായിട്ടും അല്ലേ? നമുക്ക് പെട്ടെന്ന് ചിലപ്പം അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. നമ്മൾ ഈ ഗ്രൂമിംഗ് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും എന്ന് പറയുന്ന പോലെ കുട്ടികൾ ചില സമയത്ത് ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ വരുന്ന പോലെ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അവരുടെ പാട്ടിന്റെ ഒരു വ്യത്യാസം അല്ലേ? നമുക്ക് പറഞ്ഞു തരുന്ന അവരിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ സോണി, എനിക്ക് കുറേ കാര്യങ്ങൾ സോണിയുടെ കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ട്. പക്ഷെ നമുക്കൊരു ടൈം ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, ഓഫ് കോഴ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാനും നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു ശ്രീജിത, താങ്ക് യു സോ മച്ച്. എൻ്റെ അവതരണമൊക്കെ അടിപൊളിയായിരുന്നു. വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്തോ എല്ലാവരും വരുമ്പോൾ ഞാനത് ചോദിക്കും. അല്ല, ടു ബി ഹോണസ്റ്റ് നല്ല കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഇച്ചിരിയും കൂടി ഒരു നല്ലൊരു അടിച്ചുപൊളി പാട്ട് എന്നാലും പറയല്ല, നല്ലൊരു ഇതായിട്ടുള്ളൊരു സോങ് പാടിയിട്ട് നമുക്ക് നിർത്താം. ഒരു പഴയ പാട്ടാണ്, ഒരു മാപ്പിളപ്പാട്ട് പോലത്തെ ഒരു പാട്ടാണ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്ത വച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്ത വച്ച വള കിലുക്കി, മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മറുകുള്ള മിടുക്കി പെണ്ണ്, കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്ത വച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്ത വച്ച വള കിലുക്കി. നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും അല്ലേ? ഓക്കെ സോണി, താങ്ക് യു.